അപ്പൊ നമ്മുടെ സ്ഥലം ഒന്ന് പറയാവോ? സ്ഥലം ഇത് കൊട്ടാരക്കര വിലങ്ങറ. ഓക്കെ അല്ലേ? സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? കിട്ടും. ഞാൻ പോകുന്ന അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. എന്താണ് മാമിന് ഈ കയറ്റത്തിൽ നിന്ന് പുറത്തിറങ്ങാനാ പേടി. മാം സ്ഥിരം എന്ന് പറഞ്ഞാൽ ഇവിടം വരെ വണ്ടി കൊണ്ടുവരും, എന്നിട്ട് പുറകോട്ട് തിരിച്ചു കൊണ്ടുവരും. അത് കടക്കാൻ പേടിയാ മാമിന്. കടക്കാനായിട്ട് പേടിയാണ്. മാം ആക്സിലേറ്റർ കൊടുത്താണ് ഇത്ര നാൾ അപ്പുറത്ത് കടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്തൊരു അപകടം എന്ന് വെച്ചാൽ നമ്മളൊരു സ്കില്ലായിട്ട് ഒരാളൊന്നും അല്ല. അവിടുന്ന് ഒരു വണ്ടി വരുന്ന കണ്ടു കഴിഞ്ഞാൽ മാം എന്ത് ചെയ്യും? കൊടുത്തിരിക്കുന്ന ആക്സിലേറ്റർ തന്നെ വീണ്ടും ചവിട്ടിത്തന്നു. അപ്പം വണ്ടി പിന്നെ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല, എവിടെയെങ്കിലും ഇടിച്ചേ നിൽക്കുള്ളൂ. പിന്നെ ആക്സിലേറ്റർ കൊടുക്കാതെ കയറാന്ന് മാമിനെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ സീറ്റിൽ കയറിയിരുന്നത്. ആദ്യം അതേ ഉള്ളൂ, മാമിനെ അതൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആക്സിലേറ്റർ കൊടുക്കാതെ വണ്ടി കയറുന്നു. വണ്ടി ഏതാണ്? നമ്മുടെ സ്വിഫ്റ്റ് ആണ്, മാനുവൽ ഗിയർ. മാനുവൽ ഗിയർ. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കണം. ആക്സിലേറ്റർ കൊടുക്കണം, ക്ലച്ച് മാത്രം താങ്ങിയാൽ മതി. ഹാഫ് ക്ലച്ചിൽ അങ്ങ് പോകും. ഇതൊരു ചെറിയൊരു കയറ്റമാണ്. അപ്പൊ ഈ കയറ്റം കയറുവാ? തീർച്ചയായിട്ടും കയറും. ഉറപ്പല്ല? ഇതേ നോക്കുക, ബ്രേക്ക് റിലീസ് ചെയ്തു. ഞാൻ ബ്രേക്കെ തൊട്ടിട്ടില്ല, ഹാഫ് ക്ലച്ചില്ല. അതേ വണ്ടി ഉരുളുന്നാട്ടാ. ഈ ഫ്രണ്ട് വീൽ ആ കയറ്റം കയറി എന്ന് തോന്നുമ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്ത് നിർത്തിയാൽ മതി. വേണ്ട, ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വരും, ഇവിടം വരെ കൊണ്ടുവരും. ഇവിടം വരെ കൊണ്ടുവന്നിട്ട് മാം എന്ത് ചെയ്യും? ബ്രേക്കെ പിടിച്ചത് ചവിട്ടി ഓട്ടും, അല്ലെ ക്ലച്ച് താത്തിക്കളയും. അപ്പൊ അതേ വീണ്ടും പുറകോട്ട് പോകും. കിട്ടിയാ? ഇവിടുന്ന് അങ്ങ് വിട്ടുകൊടുത്തത് ഈ മേളിൽ കയറുമ്പോൾ കണ്ട ഇവിടെ അങ്ങ് നിർത്തിയാൽ മതി. ഫ്രണ്ട് വീൽ ഇങ്ങനെ ചാടുന്ന മാമിന് അറിയാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. മാം 1-2 തവണ അവിടെ ഇട്ട് ഓഫ് ആക്കുകയാണെങ്കിൽ മാം എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് പുറകോട്ട് ഇറക്കണം. എന്നിട്ട് വീണ്ടും ഒരു ഇത്രയും ഏരിയ കിട്ടി നമുക്ക്. ഹാഫ് ക്ലച്ച് ആക്കണം ഇവിടെ വെച്ച്. ഹാഫ് ക്ലച്ച് ആയി എന്ന് മാമിന് തോന്നുകയാണെങ്കിൽ ഇതുണ്ട്, ഹാഫ് ക്ലച്ച് ആയില്ലേ ഇപ്പം? അയ്യാ, ഉറപ്പല്ലേ? അപ്പൊ ബ്രേക്ക് അങ്ങ് വിട്ടുകൊടുത്തത് കണ്ട മേളിൽ ചെന്നതേ ഉരുണ്ടതേ ഫ്രണ്ട് വീല് കയറിയെന്ന് തോന്നുമ്പോ ബ്രേക്ക് ചെയ്ത് നിർത്തിയാലും കണ്ടാ. ഇനി മാമിന് എങ്ങോട്ടാണ്? ഒരു സെക്കൻഡ് പോലെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റത്തിൽ കൊണ്ടുവന്ന് നിർത്താൻ പറയാൻ കാര്യം എന്താ? റോഡായതുകൊണ്ട്. റോഡ് രണ്ട് സൈഡിലും വണ്ടി വരുന്നതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മുടെ കോമ്പൗണ്ടിലെ വണ്ടി കിടക്കുന്ന, റോഡിൽ ഇറങ്ങിയിട്ടില്ല. നമുക്ക് അത്ര ഫ്രണ്ട്. ഇത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായതുണ്ടല്ലോ ഇവിടെ നിർത്തുന്നത്. അല്ലെങ്കിൽ ഉരുണ്ടോണ്ട് പോകാൻ പറ്റുമല്ലോ. ഇത് മാമിന് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് അത്ര ഏരിയ നമുക്കുണ്ട്. വിട്ടുണ്ട് നമ്മുടെ ഗേറ്റിന്. മാമിന് ഇപ്പൊ ലെഫ്റ്റിലേക്ക് പോകണം. ലെഫ്റ്റിലേക്ക് മാം തിരിച്ചിറങ്ങി പോയിക്കും. ഒരു സെക്കൻഡ് ഒന്നും കൂടെ നിർത്താം. ഈ കയറ്റത്തിൽ കൊണ്ട് നിർത്തുമ്പോഴില്ലേ ഈ പുറകോട്ട് ഇറങ്ങി പോകൂലോ? അപ്പൊ അല്ല, അതിന് ഹാഫ് ക്ലച്ച് അറിയാം മാമിന്. അറിയാം ഹാഫ് ക്ലച്ച് അറിയാം. ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരാം? എങ്ങനെയാണ് ഹാഫ് ക്ലച്ച്? വൈബ്രേഷൻ വരുന്ന പോയിന്റ്. വൈബ്രേഷൻ വരുന്ന പോയിന്റിൽ വന്നതിന് ശേഷം അങ്ങനെ തന്നെ കാല് വെക്കുക. അതിനുശേഷം ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യണം? അല്ലല്ല, ബ്രേക്കിൽ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം എന്തോ ചെയ്തു? എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് തിരിച്ചിറങ്ങി. ഇപ്പൊ ലെഫ്റ്റിലോട്ടാണ് ഇറങ്ങാനായിട്ട് പോകണം. അപ്പൊ ലെഫ്റ്റിലോട്ട് സ്റ്റിയറിംഗ് ഫുള്ള് തിരിച്ചിരിക്കുവാണ്. ഓക്കെ. അതിനുശേഷം എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇറങ്ങിപ്പോയാ ഇറങ്ങിപ്പോയാൽ മാത്രം മതി. വണ്ടി സ്റ്റിയറിംഗ് നേരെ ആക്കണ്ട. ഇറങ്ങുമ്പോ